പിറ്റേന്ന് പുലർച്ചെ ഏകദേശം 5 മണിയായപ്പോൾ ബാൽക്കണിയിൽ നിന്നുമുള്ള കതക് സാവധാനത്തിൽ തുറക്കുന്ന ശബ്ദം കേട്ട് റാം ഞെട്ടിയുണർന്നു. ആ വാതിലിന് ലോക്കില്ലാത്തത് അവൻ തലേന്നെ ശ്രദ്ധിച്ചിരുന്നു. കതക് തുറന്നതും സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ റാം ആ കാഴ്ച കണ്ടു. വാതിൽ തുറന്ന് ഉയരം കുറഞ്ഞ് മെലിഞ്ഞ ശരീരമുള്ള ആരോ അകത്തേക്ക് കിടക്കുന്നു. ആദ്യമൊന്ന് ഭയന്നെങ്കിലും അവൻ ബെഡ്ഷീറ്റ് തലവഴിയിട്ടുകൊണ്ട് കട്ടിൽ നിന്നും സാവധാനത്തിൽ നിലത്തേക്ക് ഇറങ്ങി. എന്നിട്ട് ശബ്ദമുണ്ടാക്കാതെ മുട്ടിൽ നിരിഞ്ഞ് വാതിൽ നരികിലേക്ക് ചെന്നു. അപ്പോഴേക്കും അകത്ത് കടന്നയാൾ മുന്നിലേക്ക് 4-5 ചുവടുകൾ വച്ചിരുന്നു. റാം പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റ് കാലുകൊണ്ട് ചവിട്ടി വാതിലടച്ചു. ശേഷം ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ അകത്തേക്ക് കടന്നയാളുടെ മേൽ ചാടി വീണ് അയാളെ ബെഡ്ഷീറ്റിൽ മൊത്തമായി പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ബലമായി നിലത്തേക്കിരുത്തി. അയാൾ രക്ഷപ്പെട്ടു പോകാതിരിക്കുവാനായി അയാളുടെ പുറത്തേക്ക് കയറിയിരിക്കുകയും ചെയ്തു. കള്ളൻ കള്ളൻ, ബിനീഷണ്ണ ഓടിവായോ! റാം ഉച്ചത്തിൽ അലറടിക്കാൻ തുടങ്ങിയതും അതിനേക്കാൾ ഉയർന്ന ശബ്ദത്തിൽ ബെഡ്ഷീറ്റിനുള്ളിൽ നിന്നും കേട്ടതും റാം ഒരു നിമിഷം കിടുങ്ങിപ്പോയി. താനേ വേറെ വല്ലയിടത്തുമാണോ എന്നുപോലും അവന് സംശയിച്ചു. എങ്കിലും അവനും ബിനീഷേട്ടന്റെ പേര് ഉച്ചത്തിൽ വിളിച്ചു കൂവി. ഒച്ചയും ബഹളവും കേട്ട് ബിനീഷേട്ടൻ ആ റൂമിലേക്ക് ഓടി വന്ന് ലൈറ്റിട്ടതും റാം മുകളിലും ആഗതം നിലത്തുകൊണ്ട് ചടഞ്ഞ തവള കണക്കെ അടിയിലുമായി കിടക്കുന്നത് കണ്ടു. അയാൾ ഓടിച്ചെന്ന് റാമിനെ പിടിച്ചു മാറ്റി. തറയിൽ കമന്നു കിടന്നിരുന്ന ആഗതൻ ഒരു വിധത്തിൽ നിലത്ത് തന്നെ മലർന്നു കിടന്നു. നീ എന്താടാ ഇപ്പോ? ബിനീഷേട്ടൻ ആഗതനെ നോക്കി അത്ഭുതത്തോടെ ചോദിച്ചു. കിരണായിരുന്നു അത്. എന്റെ അണ്ണന് ഞാൻ രാത്രി വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു. വെളുപ്പിന് വരുമെന്ന് പറഞ്ഞ് തറയിൽ എഴുന്നേറ്റിരുന്ന് നടുനടുവിക്കൊണ്ട് കിരൺ പറഞ്ഞു. അമ്മേ, ഇതാരാ? റാമിനെ നോക്കി കിരൺ ചോദിച്ചു. ഞാൻ അന്ന് പറഞ്ഞില്ലേ ഒരുത്തൻ നാട്ടിൽ നിന്ന് വരുന്നുണ്ടെന്ന്? ശ്രീറാം. പുള്ളിയായിരുന്നോ എന്റെ നടു? അത് പറഞ്ഞിട്ട് അവൻ നിലത്ത് നിന്നും കൈകുത്തി എഴുന്നേറ്റ് നിന്ന് ഒന്ന് മൂരി നിവർന്നു. എന്നിട്ട് ടേബിളിലിരുന്ന് റാമിന്റെ കരിങ്ങാലി വെള്ളക്കുപ്പിയിലെ വെള്ളം പകുതിയോളം ഒറ്റയടിക്ക് കുടിച്ചു തീർത്തു. സോറി, ഇതുവഴി കയറിയപ്പോൾ ഞാൻ കള്ളനാണെന്ന് കരുതിയേ. റാം കിരണിനരികിലേക്ക് നടന്നു എന്നിട്ട് ചെറിയൊരു പരിങ്ങളോടെ പറഞ്ഞു. സാരമില്ലണ, ഇതാ ഞാൻ രാത്രികാലങ്ങളിൽ വരികയും പോവുകയും ചെയ്യുന്ന വഴി. ഇങ്ങനെ ഉറക്കത്തെ ബുദ്ധിമുട്ടിക്കാതിരിക്കാണ് ഈ വഴി കയറുന്നത്. ദേഹത്ത് ചുറ്റിക്കിടന്നിരുന്ന ബെഡ്ഷീറ്റ് കിടക്കയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് കിരൺ റാമിന് കൈ കൊടുത്തു. അപ്പോൾ ഹലോ, ഞാനാണ് കിരൺ. ഞാൻ ശ്രീറാം. നല്ല ബെസ്റ്റ് പരിചയപ്പെടൽ. ബിനീഷേട്ടൻ ഉറക്കം പോയ അരിശത്തിൽ ഇരുവരെയും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു. ശേഷം എന്തോ പുലമ്പിക്കൊണ്ട് തന്റെ മുറിയിലേക്ക് തിരിച്ചുപോയി. കിരണും റാമും പരസ്പരം നോക്കി ചിരിച്ചു. അച്ഛനും അമ്മയും ചേട്ടനും അടങ്ങിയ കിരണിന്റെ കുടുംബം ഒമാനിലെ സലാലിൽ 10 വർഷത്തോളമായി ഒരു ഹോട്ടൽ നടത്തുകയാണ്. കൊല്ലത്തെ ആശ്രമം എന്ന സ്ഥലത്ത് മാമന്റെയും കുടുംബത്തിന്റെയും ഒപ്പം താമസിച്ചിരുന്ന കിരൺ തനിക്ക് നാട്ടിൽ നിന്നും ഒരു മാറ്റം വേണമെന്ന ആഗ്രഹം പറഞ്ഞപ്പോൾ ഉപരിപഠനത്തിനായി 2 വർഷങ്ങൾക്ക് മുൻപ് അവനെ ചേട്ടന്റെ ഉറ്റ സുഹൃത്തായ ബിനീഷിന്റെ അരികിലേക്ക് അയക്കുകയായിരുന്നു. അവന്റെ ചിലവുകൾക്ക് വേണ്ട പണം അച്ഛനും അമ്മയും ചേട്ടനും ഓരോ വീതങ്ങളായി മാസാമാസം അയച്ചു കൊടുത്തിരുന്നതിനാൽ കക്ഷിക്ക് ചെന്നൈയിൽ കുശാലായിരുന്നു. റാമും കിരണും വിശദമായി പരസ്പരം പരിചയപ്പെട്ടതിനു ശേഷമാണ് ഉറങ്ങാൻ കിടന്നത്. കോളേജിൽ അവന്റെ ആദ്യ ദിവസമായതിനാൽ അന്ന് ഹാഫ് ഡേ ലീവ് എടുത്ത് ബിനീഷേട്ടൻ തന്നെ റാമിനെ കോളേജിൽ കൊണ്ടാക്കുവാനായി ഒപ്പം പോയി. വൈകിട്ട് എപ്പോൾ വരും? ബൈക്കിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം പുറത്തേക്ക് ചാടിയ ഷർട്ടിന്റെ പിൻഭാഗം ജീൻസിനുള്ളിലേക്ക് തരികെ ചെയ്തുകൊണ്ട് റാം ചോദിച്ചു. വൈകിട്ട് തന്നെത്താനെ തിരക്കി പിടിച്ചങ്ങുക, നോക്കട്ടെ നിനക്ക് ജീവിതം പഠിക്കാൻ എത്രത്തോളം യോഗ്യതയുണ്ടെന്ന്. അത് പറഞ്ഞിട്ട് ബിനീഷ് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചുപോയി. വളർത്തുനായ കുട്ടിയെ തെരുവിൽ കളഞ്ഞിട്ട് പോകും പോലെയുള്ള അയാളുടെ പോക്ക് നോക്കി നിന്ന റാം തിരിഞ്ഞു നിന്ന് തന്റെ കോളേജിലേക്ക് നോക്കി. വള്ളികൾ പടർത്തിയ വെസ്റ്റേൺ സ്റ്റൈലിലെ ഒരു പച്ച നിറമുള്ള ഒറ്റ ഗേറ്റ്. അത് തുറക്കുന്നത് 2 ഉയർന്ന കെട്ടിടങ്ങളുടെ നടുവിലേക്കുള്ള ഒരു നീളൻ ഇടനാഴിയിലേക്കാണ്. വഴിയിൽ നിലത്തായി ചതുരാകൃതിയിലുള്ള കരിങ്കൽ പാളികൾ പാകി അവയ്ക്കിടയിലെ ഗ്യാപ്പിൽ പുല്ലും വളർത്തിയിരുന്നു. ആ വഴിയുടെ അവസാനത്തിൽ ഇടതുവശത്തും വലതുവശത്തുമായി ഇരു കെട്ടിടത്തിനുള്ളിലേക്കും പോകുവാനുള്ള ചവിട്ടുപടികളുണ്ട്. വലതുവശത്തെ കെട്ടിടം 4 നിലകളും ഇടതുവശത്തെ കെട്ടിടം 3 നിലകളുമായിരുന്നു. ഇരു കെട്ടിടത്തിനും ചെങ്കൽ നിറം പൂശിയിരുന്നു. അവയുടെ നടുവിലെ നീളൻ വഴിയിലായി പൂക്കളും വള്ളിച്ചെടികളും വച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. അതിനു പുറമെ ഭിത്തിയിലായി എന്തോ തരം പായലും പടർത്തി കയറ്റിയിട്ടുണ്ട്. ആ പായലിനിടയിൽ ദി ചെന്നൈ അക്കാദമി എന്ന കോളേജിന്റെ പേര് വെളുത്ത നിറത്തിൽ മുഴച്ചു നിന്നു. ആദ്യമായി ആ കോളേജിലേക്ക് വന്നെത്തുന്ന ഏതൊരാൾക്കും ഫുൾ പോസിറ്റീവ് എനർജി കൊടുക്കുന്ന പച്ചപ്പ് നിറമുള്ള അന്തരീക്ഷം. അതും കോളേജിന് മുന്നിൽ അത്രയും മരങ്ങളുള്ളത് കൊണ്ടാവണം വീശുന്ന കാറ്റിന് ഒരു പ്രത്യേക തണുപ്പും അനുഭവപ്പെട്ടു. റാം ഗേറ്റ് കടന്നതും 2 പെൺകുട്ടികൾ ഭരതനാട്യക്കാരുടെ വസ്ത്രത്തിൽ ചിലങ്കയുടെ ശബ്ദവുമായി നടന്നു വരുന്നത് കണ്ടു. ഫിലിം കോഴ്സുകൾക്ക് പുറമെ അവിടെ ഡാൻസിന്റെയും മ്യൂസിക്കിന്റെയും കോഴ്സുകളുണ്ടെന്ന് അവരുടെ വെബ്സൈറ്റിൽ അവൻ കണ്ടിരുന്നു. എക്സ്ക്യൂസ് മീ, കോളേജ് റിസപ്ഷൻ എങ്കിൽ? ഭരതനാട്യക്കാരികളോട് അവൻ ചോദിച്ചു. ആ പെൺകുട്ടികളെ പുഞ്ചിരിച്ചുകൊണ്ട് ഒരുപോലെ വലതുവശത്തെ കെട്ടിടത്തിലേക്ക് വിരൽ ചൂണ്ടി. പടികൾ കയറി മുകളിലേക്ക് ചെന്നപ്പോൾ അവിടെ ഒരു കമ്പ്യൂട്ടറിന് മുന്നിലായി 21-22 വയസ്സ് തോന്നിച്ച ഒരു പെൺകുട്ടി ഇരിക്കുന്നത് കണ്ടു.
സാധാരണ റിസപ്ഷനുകളിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരികളായ പെൺകുട്ടികളെ കാണുന്ന യാതൊരുവിധ അലങ്കാരങ്ങളും അവളിൽ റാം കണ്ടില്ല. പഴയ ഫാഷനിലുള്ള ഒരു ചുരിദാറിൽ ഷോൾ ഇരുവശത്തേക്കും ഇട്ട നിലയിൽ പിന്നിക്കിട്ടിയ മുടിയും കഴുത്തിലിളിഞ്ഞ ഒരു ID കാർഡുമായി അവളെ കണ്ടപ്പോൾ ഇനി അവൾ തന്നെയാണോ റിസപ്ഷനിസ്റ്റ് എന്ന് അവന് സംശയിച്ചു. റാം സംശയത്തോടെ അവളെ നോക്കുന്നത് കണ്ട് അവൾ അവനെയും നോക്കി. യെസ്, എന്തു വേണം? ഈ DFM പുതിയ ക്ലാസ്. ആർ യു മിസ്റ്റർ ശ്രീറാം അരവിന്ദ്? അവൾ തന്റെ പേര് പറഞ്ഞു കേട്ടപ്പോൾ റാമിന് സന്തോഷമായി. യെസ് ഐ ആം. വൈ ആർ യു സോ ലേറ്റ്? അവൾ കടുപ്പത്തിൽ ചോദിച്ചു. പെട്ടെന്ന് അവന്റെ മുഖത്ത് സന്തോഷം മാറി ഞെട്ടലായി. ലേറ്റോ? എന്നോട് 10 മണിയാണല്ലോ പറഞ്ഞത്. ഇമ്പോസിബിൾ. ഇവിടെ കറക്റ്റ് 9:00 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും, 3 മണിക്ക് അവസാനിക്കുകയും ചെയ്യും. അതിലൊരു മാറ്റവുമില്ല. പിന്നെ ഇത് തന്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാർണിംഗ്. ഇനി മേലെ ലേറ്റായി വരരുത്. അഥവാ വന്നാൽ ഞാൻ മുകളിലേക്ക് കയറ്റിവിടില്ല. ഓക്കെ, വരൂ, ഞാൻ ക്ലാസ് കാണിച്ചു തരാം. ഉപദേശത്തിന് ശേഷം സീറ്റിൽ നിന്നും എഴുന്നേറ്റ അവൾ മുകളിലേക്കുള്ള പടികൾ കയറിപ്പോയി. സ്വതന്ത്രമായി പറന്നു നടക്കാവുന്ന ഒരിടം പ്രതീക്ഷിച്ചെത്തിയ അവന് താൻ വീണ്ടും സ്കൂൾ കാലഘട്ടത്തിലേക്ക് ചെന്നെത്തിപ്പെട്ടതുപോലെ തോന്നി. ഒന്നും മിണ്ടാതെ റാം അവളെ അനുഗമിച്ചു. 3ാം നിലയിലായി എയർ കണ്ടീഷൻ ചെയ്ത ഒരു റൂം എത്തിയതും അവൾ നിന്നു. ശേഷം വാതിൽ തുറന്നുകൊണ്ട് അകത്ത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരനെ പുറത്തേക്ക് വിളിച്ചു. എന്നിട്ട് റാമിനെ കട്ടി ലേറ്റായി വന്ന ആളാണെന്ന് പറഞ്ഞു. റാം അയാളോട് സോറി പറഞ്ഞു. ഓക്കെ, നോ പ്രോബ്ലം, അകത്തേക്ക് വരൂ. അയാൾ റാമിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. റിസപ്ഷനിലെ പെൺകുട്ടി തിരികെ താഴേക്കും പോയി. ഗൈസ്, ഇത് നിങ്ങളുടെ ക്ലാസ്സിലെ ഏക മലയാളിയാണ്. പുള്ളിക്കാരൻ സ്വയം പരിചയപ്പെടുത്തട്ടെ. ക്ലാസ്സിലേക്ക് കയറിയ ഉടൻ സാർ അത് പറഞ്ഞപ്പോൾ അവനൊരു നിമിഷം ഒന്ന് ശങ്കിച്ചു പോയെങ്കിലും സൈഡ് ഭാഗത്ത് തോളിൽ നിന്നും ഊരി കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ സംസാരിച്ചു തുടങ്ങി. എന്റെ പേര് ശ്രീറാം. ഞാൻ കേരളത്തിലെ ആലപ്പുഴ എന്ന ജില്ലയിൽ നിന്നുമാണ് വരുന്നത്. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ്. ആ സമയത്ത് കുട്ടനാട് എന്നും ഹൗസ് ബോട്ട് എന്നും ഒക്കെയുള്ള വാക്കുകൾ പലരിൽ നിന്നും ഉയർന്നു കേട്ടു. എനിക്ക് തമിഴ് വളരെ കുറച്ച് മാത്രമേ അറിയൂ. അതുകൊണ്ട് എന്നെ പറ്റിയുള്ള വിശദമായ വിവരങ്ങൾ ഞാൻ വഴിയെ പറയാം. നന്ദി, അവൻ പറഞ്ഞു നിർത്തി. എല്ലാവരും അവനെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്ന തരത്തിൽ കൈയടിച്ചു. അവൻ തനിക്കൊപ്പം സിനിമ പഠിക്കാൻ പോകുന്ന തന്റെ സുഹൃത്തുക്കളെ എല്ലാവരെയും നോക്കി നന്നായി ഒന്ന് പുഞ്ചിരിച്ചു. താങ്ക്സ് ഫോർ ദി കൈയടി. റാം അത് പറഞ്ഞതും സാർ ഉൾപ്പെടെ എല്ലാവരും കൈയടി അവസാനിപ്പിച്ചുകൊണ്ട് കൂട്ടത്തോടെ ചിരിച്ചു. റാം, ഇവിടെ നിന്റെ മലയാളത്തിലെ പല വാക്കുകളും ഡബിൾ മീനിങ് ആണ്, സോ ബി കെയർഫുൾ. സാർ അങ്ങനെ പറഞ്ഞത് എന്തിനാണെന്ന് പിടികിട്ടിയില്ലെങ്കിലും ശരിയെന്ന് പറഞ്ഞതിന് ശേഷം അവൻ ഒഴിവുള്ള സീറ്റ് നോക്കി. മൊത്തം 15 പേരാണ് DFM ബാച്ചിലുള്ളത്. അതിൽ കൂടുതൽ ആളുകൾക്ക് അവർ 1 വർഷം അഡ്മിഷൻ കൊടുത്തിരുന്നില്ല. വീഡിയോ ഇന്റർവ്യൂ ഉൾപ്പെടെ 3 ടെസ്റ്റുകൾ പാസ്സായ ശേഷമാണ് റാം ഉൾപ്പെടെ അവർ ഓരോരുത്തരും ആ ക്ലാസ്സിലേക്ക് എത്തിപ്പെട്ടത്. 5 നിലകളിലായി 3 സീറ്റുകൾ വീതമാണ് ഉണ്ടായിരുന്നത്. ഏറ്റവും പിന്നിലായി ഒരു സീറ്റ് ഒഴിഞ്ഞു കിടന്നിരുന്നു. റാം അതിൽ ചെന്നിരുന്നു. റാം ഉൾപ്പെടെ 14 ആണുങ്ങളും ഒരൊറ്റ പെണ്ണുമായിരുന്നു ആ ബാച്ചിലുണ്ടായിരുന്നത്. റാം ചെന്നിരുന്നതും അവന്റെ ഇടതുവശത്തിരുന്ന ഒരുവൻ ഇടിച്ചുകൊണ്ട് അവന് കൈകൊടുത്തു. ഹായ്, ഐ ആം വെട്രി. റാം അവനെ നോക്കി ഒന്ന് ചിരിച്ചു. ശിവ എന്നു പേരുള്ള സാറായിരുന്നു ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. പുള്ളി വേൾഡ് സിനിമയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. മറ്റേ തമിഴിൽ കൈയടി എന്ന് വെച്ചാൽ മാസ്റ്റർ വേഷൻ. ക്ലാസ് നടക്കുന്നതിനിടയിൽ വെട്ടി രഹസ്യം പോലെ പറഞ്ഞു. റാം ഒരു നിമിഷം ഞെട്ടി. ദൈവമേ! റാമിന്റെ ചമ്മിയ മുഖം കൊണ്ട് വെട്ടി വാ പൊത്തിച്ചിരിച്ചു. ഹായ്, എന്റെ പേര് രേഷ്മ. വെട്ടിയുടെ തൊട്ടപ്പുറം ഇരുന്ന പെണ്ണ് റാമിനെ എത്തിപ്പിടിച്ച് കൈകൊടുത്തു. ചുമ്മാതടാ, ഇവൾ ഭാരതി, ശാപ്പാട് ഭാരതി. എവിടെ കല്യാണമുണ്ടായാലും പോയി ഓസിന് ശാപ്പാടടിക്കും. പോടാ കുമ്മണാ മൂഞ്ചി. വെട്ടിയുടെ തലക്കിട്ട് അവളൊരു കൊട്ടു കൊടുത്തു. ആങ്ങളെയും പെങ്ങളും കൂടി ആ പയ്യനെ നിങ്ങളുടെ ലെവലാക്കുവോ? ശിവസാർ മുന്നിൽ നിന്ന് വിളിച്ചു ചോദിച്ചു. നോ സാർ, വെട്ടിയും രേഷ്മയും ഒരുപോലെ പറഞ്ഞു. റാം അവർ ഇരുവരെയും മാറി മാറി നോക്കി. ആങ്ങളും പെങ്ങളും ഒരുമിച്ച് ഫിലിം കോഴ്സ് ചെയ്യുന്നത് അവന് പുതുമയായി തോന്നി. ബ്രേക്ക് സമയത്ത് ക്ലാസ്സിൽ എല്ലാവരും റാമിനെ പരിചയപ്പെടുവാനായി ചെന്നു. മിക്കവരുടെയും ആവശ്യം കുട്ടനാടും ഹൗസ് ബോട്ടും ഒക്കെ ആയിരുന്നു. കൂടുതൽ കമ്പനി അടിച്ചാൽ കയ്യിൽ നിന്നും പണം ചിലവാകാൻ നല്ല ചാൻസ് ഉള്ളതിനാൽ ഒരു പരിധിയിൽ കഴിഞ്ഞ് റാം ആരോടും സംസാരിക്കാൻ നിന്നില്ല. ഉച്ചയ്ക്ക് കോളേജിന്റെ സമീപത്തുള്ള ഹോട്ടലിൽ പോയി അവൻ ബിരിയാണി കഴിച്ചു. തമിഴ്നാട്ടിലെ ബിരിയാണിയിൽ കേരളത്തിലേതിനേക്കാൾ 3 ഇരട്ടി മസാലയാണ് ഉപയോഗിക്കുന്നത്.